കഴിഞ്ഞ തവണ അട്ടിമറി സൃഷ്ടിച്ച VT ബൽറാം തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിൻ്റെ പതാകയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. CPM ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഒരു വനിതയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ ഇസഹാഖ്. ബൽറാമിനെ തളയ്ക്കാൻ തങ്ങളുടെ യുവ പോരാളി M സ്വരാജിനെ CPM രംഗത്തിറക്കുമെന്നാണ് നേരത്തെ കേട്ടിരുന്നതെങ്കിലും അവസാനം CPM തന്ത്രം മാറ്റുകയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായി പ്രൊഫസർ VT രമയും രംഗത്തുണ്ട്. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി, പരുതൂർ, പട്ടിത്തറ, തിരുമിറ്റക്കോട്, തൃത്താല എന്നീ 8 പഞ്ചായത്തുകൾ ചേർന്നതാണ് തൃത്താല മണ്ഡലം. ഇതിൽ ചാലിശ്ശേരി ഒഴികെയുള്ള 7 പഞ്ചായത്തുകളും LDF ഭരണത്തിലാണ്. ചാലിശ്ശേരിയിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ ഭരണം UDFന് ലഭിച്ചു. BJP സാന്നിധ്യം നാഗലശ്ശേരിയിലും തൃത്താലയിലും മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. സിറ്റിംഗ് MLA കോൺഗ്രസിലെ VT ബൽറാം രണ്ടാമതും തൃത്താലയിൽ ജനവിധി തേടുമ്പോൾ UDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും മണ്ഡലത്തിൽ താൻ നടത്തിയ വികസനവുമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. പ്രധാന റോഡുകളെല്ലാം റബ്ബറൈസ്ഡാക്കി നിലവാരം ഉയർത്തിയിട്ടുണ്ട്. വെള്ളിയാങ്കല്ല് പദ്ധതി അടക്കമുള്ള നിളയിലെ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിവെക്കാനും ചിലതെല്ലാം പൂർത്തീകരിക്കുവാനും ബൽറാമിന് കഴിഞ്ഞു. തൃത്താലയിൽ വികസന മുരടിപ്പിൻ്റെ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ തവണ UDFൻ്റെ ഒരു ജനപ്രതിനിധിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം പരമാവധി നിർവഹിക്കുക എന്നുള്ളതായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും എൻ്റെ ഒരു പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിൻറ്റും. അപ്പം ആ നിലയിൽ എല്ലാ മേഖലകളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ചെയ്ത് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. മണ്ഡലം ഇക്കുറി കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ഉറപ്പിച്ചാണ് CPM അംഗം കുറിച്ചിട്ടുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖാണ് CPM സ്ഥാനാർത്ഥി. DYFI നേതാക്കളായ M സ്വരാജിന്റെയും VP റെജീനയുടെയും പേര് തുടക്കത്തിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും ജില്ലയിൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള സുബൈദയ്ക്ക് നറുക്കു വീഴുകയായിരുന്നു. അരികിൽ നിളയുണ്ടായിട്ടും മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാകാത്തതും പദ്ധതികൾ പലതും ഉദ്ഘാടനം നടന്നു എന്നല്ലാതെ പ്രവർത്തിച്ചു തുടങ്ങാത്തതും CPM ഉയർത്തിക്കാട്ടുന്നു. പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ജനങ്ങളും. കാരണം കഴിഞ്ഞൊരു 5 വർഷം വികസനത്തിൻ്റെ വൈത്താരികൾ ഓരോന്ന് പലതായിട്ട് മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ കൂടെ പോകുമ്പോൾ, ജനങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക 5 വർഷമായിട്ട് വാഗ്ദാനം നൽകിയതൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ധാരാളം കുടിവെള്ള പദ്ധതികളുടെയൊക്കെ തന്നെ വാഗ്ദാനം വന്നിരുന്നു. അത്തരം സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള യാതൊരുവിധ പദ്ധതികളും നടന്നിട്ടില്ല. പിന്നെ ചിലതൊന്നും സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിയമസഭയിലേക്ക് പോകുന്ന ആളുകൾ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ ജനങ്ങളോട് പ്രത്യേകമായിട്ട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഒരു 5 വർഷം ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിനിധി എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മറ്റ് പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നടന്നിട്ടില്ല. പട്ടാമ്പി കോളേജിലെ റിട്ടയേർഡ് അധ്യാപികയും ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി അധ്യക്ഷയുമായ പ്രൊഫസർ VT രമയാണ് BJPക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. NDAയുടെ കീഴിൽ നിലവിൽ വന്ന BDJS സഖ്യത്തിൽ വോട്ടിംഗ് ശതമാനം ഏറെ ഉയർത്താമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ശുചിത്വം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനം, കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് BJP മണ്ഡലത്തിൽ നടത്തുന്നത്. തൃത്താല ചരിത്ര പ്രസിദ്ധമായൊരു പ്രദേശമാണ്. പറയിവേറ്റ് പന്തീരുകുലത്തിൻ്റെയും 99 യാഗങ്ങൾ നടത്തിയ ശ്രീശാലയുടെയും ഒക്കെ പാരമ്പര്യമുള്ള തൃത്താല. ആ തൃത്താലയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് 5 വർഷമല്ല, അതിൻ്റെ മുൻപ് ഇടത് പാർട്ടികൾ ഭരിക്കുമ്പോഴും കഴിഞ്ഞ 5 വർഷമായിട്ട് UDFൻ്റെ MLA നിയമസഭ സാമാജികനായിട്ട് പ്രവർത്തിക്കുമ്പോഴും വാഗ്ദാനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, പ്രതീക്ഷകൾ ജനങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അവസാനത്തിൻ്റെ ആരംഭങ്ങളായിട്ട് അവ മാറുകയാണ് ചെയ്തത്. ഒരുപാട് പ്രവർത്തനം, നല്ല നല്ല പ്രോജക്റ്റുകൾക്ക് തറക്കല്ലിടുകയോ അവയെക്കുറിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുകയോ ചെയ്തതിനപ്പുറം സാധാരണക്കാർക്ക്, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ഗ്രാമീണ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിനമായ കാര്യങ്ങൾക്ക് ഉപയോഗയോഗ്യമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കാക്കിയാൽ അത് വളരെ വളരെ ചെറിയ ഒരു ശതമാനമായിരിക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിന് കീഴിലാണ് തൃത്താല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായ ഇവിടെ കൃഷിയും അനുബന്ധ മേഖലകളും ചെറുകിട വ്യാപാരവുമാണ് പ്രധാന ഉപജീവന മാർഗം. ഗൾഫ് മേഖലയുടെ സ്വാധീനവും അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. നിളയ്ക്ക് കുറുകെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതോടെ ആനക്കര, കുമ്പിടി, തൃത്താല മേഖലയുടെ ഗതാഗത സൗകര്യങ്ങളിൽ ഏറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ പോരാട്ട ചരിത്രമാണ് പാലക്കാട് ജില്ലയിൽ തെളിയുന്നത്. ഇടതുപക്ഷത്തിന് ലോക്സഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനായാൽ ജില്ലയിലെ 2-3 സീറ്റ് ഒഴികെ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനാകും. ജില്ലയിലെ 9 സീറ്റുകളിൽ CPM-ഉം മണ്ണാർക്കാട്ടും പട്ടാമ്പിയിലും CPI-യും ചിറ്റൂരിൽ ജനതാദൾ എസുമാണ് ഇടതുമുന്നണിയിൽ മത്സരരംഗത്ത്. UDF-ൽ 11 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ മണ്ണാർക്കാട് UDF-ലെ 2ാം സ്ഥാനക്കാരായ ലീഗാണ് ജനവിധി തേടുന്നത്. NDA-യിൽ മണ്ണാർക്കാടും ഷൊർണൂരും BDJS-ഉം മറ്റു സീറ്റുകളിൽ BJP-യും മത്സരത്തിനിറങ്ങുന്നു. VS-ഉം മലമ്പുഴയും ദേശീയ ശ്രദ്ധയാകർഷിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ ഏവരും ഉറ്റുനോക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഷൊർണൂരും മണ്ണാർക്കാടും NDA സഖ്യത്തിലെ BDJS-ന്റെ മത്സരവും ഏവരും ഉറ്റുനോക്കുകയാണ്. പാലക്കാട് നിന്നും കൗമുദി ടിവിക്ക് വേണ്ടി AT നാരായണൻ. തൃത്താലയിൽ ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ മാജിക് ആവർത്തിക്കാൻ ബൽറാമിന് കഴിയുമോ എന്നറിയാൻ വോട്ടെണ്ണുന്നതുവരെ കാത്തിരിക്കണം. പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് പോൾ ഡയറി ഇതുവരെ സഞ്ചരിച്ചത്. ഇനി ആലപ്പുഴയിലേക്ക്.